Hi, hello friends and guys. I am Meena Krishnan, of 58 years, a retired hand. I have been teaching English since 1994 to 2001 in various schools. Now I am in front of you to teach a few easy steps to easy English. Okay, so let me tell a few things in Malayalam. അതായത് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുക, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് പഠിക്കുക എന്ന് വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ പറയാൻ പോകണം. വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സും ആദ്യം തൊട്ട് എന്ത് ചെയ്താലാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയണത് തന്നെ നല്ലത്, കാരണം എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ മലയാളത്തിൽ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. സോ വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ഇംഗ്ലീഷിൽ നമ്മളിത് പഠിക്കുന്നു. ഓക്കെ, സോ നൗ ലെറ്റ് us സ്റ്റാർട്ട്. നമ്മൾ ആദ്യമേ പഠിക്കാൻ പോണത് പാർട്സ് ഓഫ് സ്പീച്ചാണ്. നമ്മുടെ ഗ്രാമർ പഠിപ്പിക്കുകയല്ല. അതായത് ഇത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ് സെൻറ്റൻസ് ഫോം ചെയ്യുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതറിഞ്ഞാലേ നമുക്കൊരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെർബിൻ്റെയും സബ്ജക്റ്റിൻ്റെയും സമന്വയമാണ് സെൻറ്റൻസ്. സബ്ജക്റ്റ് വിഷയത്തിൻ്റെയും വെർബിൻ്റെയും സമന്വയമാണ് സെൻറ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പറയുന്നു. ആദ്യമേ നമ്മൾ വാക്കുകളിലേക്ക് പോകും. വാക്കുകൾ എന്താണ്? വാക്കുകൾ അതായത് നമ്മൾ പണ്ട് കേട്ടെഴുത്ത ഡിക്റ്റേഷൻ. സോ വി ആർ ഗോയിങ് ടു വേർഡ്സ്. All the words you see in English books are noun. It indicates person, place and things like Ravi, America, table or everything. Okay. അപ്പോൾ വേർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അതായത് ആദ്യത്തെ ചവിട്ടുപടിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചവിട്ടുപടി നമുക്ക് കയറാം. ഓക്കെ, സോ there are 6 type of nouns. അതായത് നൗൺ പറഞ്ഞ പേഴ്സൺ, പ്ലേസ്, തിങ്സ്. അപ്പോൾ പക്ഷെ അതിൽ തന്നെ ഒരുപാട് വ്യതിയാനങ്ങളുണ്ട്. 5-6 ടൈപ്സ് ഓഫ് നൗൺ ഉണ്ട്. അപ്പോൾ സപ്പോസ് ഇപ്പം ഞാൻ പറയുന്നു വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മൊബൈൽ, ഇതൊക്കെ ഒരു വർഗത്തിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് സം ക്ലാസസ്. ഓക്കെ, സോ അതിനെ നമ്മൾ കോമൺ നൗൺ എന്ന് പറയും. പക്ഷെ അതൊന്നൊരു കാര്യം എടുത്തു പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പ്രോപ്പർ നൗൺ എടുത്തു പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയുന്നു ഓപ്പോ ഇസ് എ മൊബൈൽ. ഇവിടെ ഓപ്പോ നമ്മൾ എടുത്തു പറഞ്ഞു. അപ്പോൾ എടുത്തു പറയുമ്പോൾ അത് പ്രോപ്പർ നൗൺ എന്ന് നമ്മൾ പറയുന്നു. ഓപ്പോ പ്രോപ്പർ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം ആദ്യം. അതായത് നമ്മളൊരു കാര്യം എടുത്തു പറയുമ്പോൾ തുടങ്ങണം. അപ്പോൾ അമേരിക്ക ഈസ് എ റിച്ച് കൺട്രി. നമ്മൾ എപ്പോഴും അമേരിക്ക ക്യാപിറ്റലിൽ എഴുതുക അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഏതും എടുത്ത് പറയുമ്പോൾ അതിനെ പ്രോപ്പർ നൗൺ എന്ന് പറയും. രവി ഈസ് എ ബ്രില്യൻറ്റ് ബോയ്. അപ്പം നമ്മൾ ബോയ് ഇവിടെ കോമൺ നൗൺ, രവി പ്രോപ്പർ നൗൺ. അപ്പോൾ 2 തരം നൗണ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ രവി ഈസ് എ ബ്രില്യൻറ്റ് ബോയ്. അപ്പോൾ 2 തരം നൗണ്. ഇനി നമ്മൾ പോണത് നമ്മൾ കോമൺ നൗൺ, പ്രോപ്പർ നൗൺ. നിങ്ങൾക്ക് തന്നെ കുറേ സെൻറ്റൻസ് ഉണ്ടാക്കുക, എഴുതിയെടുത്തോളൂ. ഈ ക്ലാസ് കേൾക്കണവർ പണി എഴുതിയെടുക്കുക. ടൈപ്സ് ഓഫ് നൗൺ, കോമൺ നൗൺ, പ്രോപ്പർ നൗൺ. ഓക്കെ, സോ ഇനി മൂന്നാമത്തെ നൗൺ ഞാൻ പറയാൻ പോണത് കളക്റ്റീവ് നൗൺ. ഓക്കെ, കളക്റ്റീവ് നൗൺ മീൻസ് കളക്ഷൻ. ആളുകളുടെയോ സാധനങ്ങളുടെയോ ഒക്കെ കളക്ഷനെ നമ്മൾ കളക്റ്റീവ് നൗൺ പറഞ്ഞു. ആർമി, കമ്മിറ്റി, സൊസൈറ്റി, ഹേർഡ് ഓഫ് ആനിമൽസ്, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, അതുപോലെ ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങൾ. ഏത് കൂട്ടത്തിനെയും നമ്മൾ ഇത് പറയും. അതായത് കളക്റ്റീവ് നൗൺ. അപ്പോൾ ആർമി, കമ്മിറ്റി, സൊസൈറ്റി, ക്ലാസ് റൂം, ഓക്കെ, വിച്ച് ഇൻഡിക്കേറ്റ്സ് സം പീപ്പിൾ. ഓക്കെ അല്ലേ, പീപ്പിളിൻ്റെ കളക്ഷൻ, ആൾക്കാരുടെ കളക്ഷനോ, മൃഗങ്ങളുടെ കളക്ഷനോ, ബേർഡ്സിൻ്റെ കളക്ഷനോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. അതായത് ആർമി എഴുതിയെടുത്തോളൂ. ആർമി, സൊസൈറ്റി, കമ്മിറ്റി, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഹേർഡ് ഓഫ് ആനിമൽസ്, ഓക്കെ, ഹേർഡ് ഓഫ് കാറ്റിൽ, ഓക്കെ, പശുക്കളുടെ കൂട്ടം അല്ലേ. അപ്പോൾ നമുക്കത് ബീസ്, സോങ് ഓഫ് ബീസ് അല്ലേ. അപ്പോൾ
എന്താണ് തേനീച്ചക്കൂട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളക്ഷനാണ്. കളക്ഷൻ SWAM 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 ഓഫ് ബീസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളക്ഷനായി വരും. ഇനി ഇത് കളക്റ്റീവ് നൗൺ. ഇനി നമ്മൾ പറയാൻ പോണത് ഇത്തിരി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാനുള്ളതാണ്. ഇത്തിരി നമുക്ക് കൺഫ്യൂഷൻ വരും, പക്ഷെ കൺഫ്യൂഷൻ വേണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇംഗ്ലീഷിൽ കാണുന്ന വേർഡ്സ് മുഴുക്ക നൗണാണ്. അബ്സ്ട്രാക്ട് നൗൺ പറയും അളക്കുവാൻ പറ്റാത്ത വാക്കുകൾ. ദാറ്റ് ഈസ് ദ വേർഡ്സ് വിച്ച് കനോട്ട് ബി മെഷേർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അളക്കുവാൻ പറ്റാത്ത വാക്കുകൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറയും? ഹോണസ്റ്റി, ഗ്രീഡ്, ദെൻ ലവ്, എന്താണ് കവേർഡ് പറഞ്ഞാൽ പേടിത്തൊണ്ട് അല്ലേ. അളക്കുവാൻ പറ്റാത്ത വാക്കുകൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണമെങ്കിൽ ഹോണസ്റ്റി, ദ വേർഡ്സ് വിച്ച് കനോട്ട് ബി മെഷേർഡ്, ഇറ്റ് ഈസ് കോൾഡ് അബ്സ്ട്രാക്ട് നൗൺ. അപ്പോൾ ഹോണസ്റ്റി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്താ വെർബാണോ തോന്നും. അപ്പോൾ നമുക്ക് അളക്കുവാൻ പറ്റാത്ത വാക്കുകൾ, ദാറ്റ് ഈസ് നമ്മൾ പറയും സ്പീഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അത് അബ്സ്ട്രാക്ട് നൗൺ എന്ന് നമ്മൾ പറയും. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അബ്സ്ട്രാക്ട് നൗൺ കഴിഞ്ഞാൽ അടുത്തതാണ് കൗണ്ടബിൾ നൗൺ. അതായത് നമുക്ക് എണ്ണുവാൻ പറ്റുന്ന വാക്കുകൾ നമുക്ക് എണ്ണാം. ഇപ്പോൾ ക്ലാസ് റൂമിൽ കുട്ടികളെ എണ്ണാം നമുക്ക്. ദ വേർഡ്സ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ വേർഡ്സ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്. അപ്പോൾ നമുക്ക് എത്ര 10 tomatoes, 10 onions, ഇതൊക്കെ നമുക്ക് അളക്കാൻ പറ്റും. തിങ്സ് ഇൻ ഷോപ്പ് അളക്കാൻ പറ്റും അല്ലേ, എണ്ണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇറ്റ് ഈസ് കൗണ്ടബിൾ നൗൺ. ഓക്കെ, അളക്കുവാൻ പറ്റുന്ന വേർഡ്സ് നമുക്ക് ഏതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുന്ന. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്ന. ഇനി നമുക്ക് അൺകൗണ്ടബിൾ വേർഡ്സ്. അടുത്ത തരം നൗണാണ് അൺകൗണ്ടബിൾ. അതായത് നമുക്ക് എണ്ണുവാൻ പറ്റാത്ത വാക്കുകൾ. അപ്പോൾ നമുക്ക് എണ്ണാൻ പറ്റില്ല. അത് കുറച്ച് അബ്സ്ട്രാക്ട് നൗണായിട്ട് സാമ്യമുണ്ട്. ലവ്, കവേർഡ്, ഹോണസ്റ്റി, നമുക്ക് വെറുപ്പ്, ഇതൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയും റൈസ്, കോഫി, ടീ, ഷുഗർ, ഇതൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല. എണ്ണാൻ പറ്റുമോ? ഇല്ല, എണ്ണാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഇത് നമ്മൾ മെഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അൺകൗണ്ടബിൾ നൗൺ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെറ്റീരിയൽ നൗൺ. അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ദാറ്റ് ഈസ് ഗോൾഡ്, അതായത് മെറ്റൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് മെറ്റൽ. ഗോൾഡ്, സിൽവർ, ഇതൊക്കെ മെറ്റീരിയൽ നൗൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര തരം നൗൺ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു? നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കുക. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കളക്റ്റീവ് നൗൺ, abstract noun, abstract ABST, abstract noun, countable noun, uncountable noun, മെറ്റീരിയൽ നൗൺ. ഇത്രയും നൗണുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ ഷോർട്ടായിട്ട് നോക്കിയാൽ മതി. കാരണം ഇതൊക്കെ നമുക്ക് അറിഞ്ഞാൽ മതി. ഇനി ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് അറിയണം. എന്നാലേ നമുക്കിത് ഭാവിയിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. വി ക്യാൻ യൂസ് ഇറ്റ് വൈൽ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ഇനി നമ്മൾ എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോണത് അഡ്ജക്റ്റീവ്. അത് നമുക്ക് വി വിൽ ടേക്ക് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.